കേരളത്തിലെ ഏറ്റവും ധൈര്യമുള്ള പെൺകൊച്ചിന് റോളർ കോസ്റ്ററിൽ വെച്ചൊരു ചലഞ്ച് കൊടുത്തതാണ്. പലതവണ ചോദിച്ചിട്ടാണ് ഞാൻ ഈ ചലഞ്ച് കൊടുത്തത്. അവള് ഭയങ്കര കോൺഫിഡന്റ്. ഒരു റൈഡിൽ കയറിയിട്ട് ആളൊട്ടും പേടിച്ചോലൂല്ല. ശരിക്കും ഇങ്ങനെയുള്ളവർ എന്നെ വണ്ടർലൊക്കെ ഇത് സിമ്പിളാ. ഇത് കഴിഞ്ഞ സ്പേസ് ഗണ്ണി കയറാനുള്ളതാണ്. അടിയിലോട്ടൊക്കെ സൈഡിലോട്ട് നോക്ക്. കേറണ്ടാന്ന് അവിടെ പുറത്തിരുന്ന് പുറത്തല്ലിരിക്കാൻ പറഞ്ഞ ജസ്റ്റ് ലിപ്സ്റ്റിക് ഇട്ടാന്ന് കയറി 2000 വരും. ഓക്കേണാ? പക്ഷെ അതും ഇരുന്ന് ഇടണം. ഇതൊക്കെ എന്ത് ജസ്റ്റ് ഒരു ഹൈറ്റ് എത്തിയ പോലെ ഞാൻ ആളോട് പറഞ്ഞു വേണമെങ്കിൽ ഇപ്പോൾ ഇട്ട് തുടങ്ങാന്ന്. ചത്ത് 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 എന്താണ് എക്സ്പീരിയൻസ്? ഇത് ഇപ്പൊ നോക്കിയിടാൻ പറ്റണ ഇപ്പൊ ജസ്റ്റ് ആണല്ലേ? ജസ്റ്റ് ഇട്ടോക്ക് 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 പറ്റും. നല്ല ഉപ്പാണ്. അതിനുശേഷം പിന്നെ ആള് ഒരു റൈഡിലും കയറിയില്ല. പിന്നെ ഒന്ന് ഓക്കെ ആയത് ഈ മാജീഷ്യൻ മാന്ത്രിക തൊപ്പി തലയിലേക്ക് ഇട്ട് ഈ തൊപ്പി വെച്ച ആള് വെച്ച സിനിമ കാണിച്ചാൽ ഓക്കെ. കൈ തട്ട് എவ்வளோ பெரிய மேட்ச். അതിനൊന്ന് സൈൻ ചെയ്ത് കാണാൻ നോക്കുന്നുണ്ടല്ലേ? FFK സൂം ചെയ്യുന്ന ഇത് തന്നെയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. കമത്തി അവിടെ തന്നെ വെച്ചു. ഞാനൊരു ഗ്യാപ്പ് ഉണ്ടാക്കിയാണ്, കണ്ടില്ലേ? ഗ്യാപ്പിനെ കാറ് വെച്ചു. മോനെ തള്ളി കൊടുത്ത ഭാഗത്തേക്ക് അയ്യോ ശ്രദ്ധിച്ചില്ലടാ. ഇത് പാർട്ടിയാണോ? പുതിയ സംഭവമാണോ? 1 2 3. ഇപ്പൊ നമ്മൾ നോക്കി ചേച്ചി ഇവിടെ ഉണ്ടോ? മാറ്റി ഇവിടെ ഉണ്ടോ? അജീഷ് ഇവിടെ ഉണ്ടോ? ഒരു പണി ഈ കൈ വെച്ചിട്ട് മോൾക്ക് ആക്ഷൻ കാണിച്ചു. ഈ കൈ വെച്ചിട്ട് ആക്ഷൻ. അയ്യോ കിട്ടി കിട്ടി കിട്ടി. ഓൾറെഡി വൈറലാവാനുള്ളതാണ്. ഞാൻ കംപ്ലീറ്റ് 360 ഡിഗ്രി വണ്ടർല ഇവിടെ ഇന്ന് കാണാം. ഇങ്ങോട്ട് നോക്കൂ, കാണാം. എല്ലാം കാണാൻ പറ്റണ്ട. പേടിയൊന്നുമില്ലല്ലോ. ഇവിടെ നിർത്തിയിട്ടോളാരാ.
എടാ എങ്ങനെയുണ്ട് സെറ്റ്? സബ്സ്ക്രൈബ് ചെയ്ത് പോരായില്ലേ? എല്ലാവരും സബ്സ്ക്രൈബ്. അത് കഴിഞ്ഞ് ഓൾമോസ്റ്റ് എല്ലാ ലാൻഡ് റൈഡിലും നമ്മൾ കയറി. അതെല്ലാം കാണിക്കണമെന്നില്ല. അത് കഴിഞ്ഞ് നേരെ വാട്ടറിലോട്ട് പോയി. 50 രൂപയുടെ കവറിൽ അധികം വിശ്വാസം ചെലുത്താൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അധികം വീഡിയോ ഒന്നും എടുത്തു. ഇതേപോലൊക്കെയുള്ള വീകളെയും കൊണ്ട് വന്നാല് കണ്ട നടക്കാനും വയ്യ, ഒരു റൈഡിൽ കയറാനും വയ്യ. ഇതിൽ കയറാൻ പറഞ്ഞിട്ട് പോലും ഇവൾക്ക് പറ്റണില്ല. ഇവൾക്ക് വാട്ടർ റൈഡിൽ ഒന്നിലും ഇറങ്ങാൻ പറ്റൂല. ഇവൾക്ക് അപ്പം മുട്ടണ്, കരച്ചില് വന്നി, ഛർദിക്കാൻ വന്നി. ഇത് തന്നെ പരിപാടി. പിന്നെ ഇവിടെ ആകെ ഒരു റോളർ കോസ്റ്ററിൽ കയറിയ പിന്നെ ഇവിടെ ഒരു സാധനത്തിലും കയറിയിട്ടില്ല. എന്തിനാ വന്നത്? പിന്നെ നിനക്ക് എന്തിനാ വേണ്ടത്? കുഞ്ഞു പിള്ളേരെ മറ്റേ കറങ്ങണ സാധനം. ഞാൻ ഇവിടെ ഇത്ര കളിയാക്കാൻ 2 കാരണങ്ങളുള്ളത്. ഒന്ന് എന്റെ കയ്യിലിരിപ്പ് അങ്ങനെയാണ്, 2 ഇതാണ്. അയ്യേ ഒന്ന് പോയേടാ, അത് അവിടെ സേഫ്റ്റി ഒന്നും ഇല്ലാത്തോണ്ടാണ്. ഇതെനിക്കൊരു പേടിയില്ല. നീ കയറോ ഇനി നിൽക്കണോ പേടി? എനിക്കൊരു പേടിയില്ലട്ടാ. അത് വേണം. അതിന് നമ്മള് ഇവിടെ അല്ലേ മോളിൽ പോയിട്ടില്ലല്ലോ. സൈഡിലോട്ട് നോക്ക്, അടിയിലോട്ടൊക്കെ നോക്ക്. സൈഡിലോട്ട് നോക്ക്, ജസ്റ്റ് നോക്ക്, ജസ്റ്റ് നോക്ക്, ജസ്റ്റ് ഇവിടെ ഇതുമ്പോ കയറി ഇങ്ങനെ ഇരിക്കാനാണ്. എടി ജസ്റ്റ് നോക്ക്. ഇപ്പൊ ഹയസ്റ്റ് പോയിന്റാണ് നമ്മൾ താഴെ എത്തണുള്ളൂ. ആ പള്ളി നോക്കി ഒന്ന് നോക്കൂ. ഇവിടെ നോക്കി. റോളർ കോസ്റ്റർ അടിയിലെടുക്കുക, അടിയിലെടുക്കുക എല്ലാരും. അതില്ലേ ഒരു ചലഞ്ച് തരാന്ന. ഈ മുത്തില്ലേ, മുത്ത് കയ്യിലുള്ള മുത്ത്, ഈ മുത്ത് ജസ്റ്റ് എണ്ണി കറക്റ്റ് എത്രയെന്ന് പറഞ്ഞാൽ മതി. 2000 രൂപ. ആ പറ്റുമോ? ഏത് ഏതാണ്? കിട്ടി സാധനം കിട്ടി. എന്താണ്? എന്താ മോക്കെന്താ? എന്ത് രസം. വാ എടാ എടാ വാ എടുത്തുണ്ടോ അവളെ? എടാ എടുത്തരാ അവളെ. പുറത്തിരിക്കുന്നേ കേറണ്ടാന്ന് അവിടെ പുറത്തിരുന്നു. പുറത്തല്ലിരിക്കാൻ പറഞ്ഞ പുറത്തിരിക്കാനല്ലേ പറഞ്ഞ. എടി സ്പേസ് ഗണ്ണിലൂടെ കയറ്. പൂളിന്ന് വന്നു കഴിഞ്ഞിട്ട് ആളാക്കി കയറിയത് 2 റൈഡിലാണ്. ആ 2 റൈഡിൽ ഒന്ന് ഇതാണ് ഈ തവള. 2ാമത്തെ റൈഡ് ഞാൻ മര്യാദക്ക് പറഞ്ഞു കൊടുത്തത്. അത് ചിലപ്പോ ഇച്ചിരി സീനാവും. ഇതാണ് ഇത് ഇവിടെ ഉള്ളതിൽ ഏറ്റവും സിമ്പിൾ റൈഡ് അല്ലേ? അവള് പേടിക്കോ? എന്താവുന്ന? പേടിക്കൂലേ? നീ ഒച്ചെടുത്ത് കഴിഞ്ഞാൽ നീ 1000 രൂപ ഇങ്ങോട്ട് നോട്ടാ. ഓക്കെ 1000 രൂപ കൊടുക്കണം നിന്റെ അനിയൻ. 2000 കുറെ അവസരം തന്നല്ല. ആംബുലൻസിന്റെ സൗണ്ട് കേൾക്കണ്ടല്ലോ. അവള് സൈലന്റ് ആയത് നോക്കിയടാ. പേടിക്കൂലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ ചത്ത. അപ്പുറത്തെ ഇപ്പുറത്തെ എല്ലാരും സീറ്റ് ബെൽറ്റ് ഇട്ട് വെച്ചിട്ട്. എടി ലാസ്റ്റ് ബ്രത്ത് എടുക്ക്. സ്വന്തമായിട്ട് കയറുന്നില്ലേ? എങ്ങനെയുണ്ട്? ഇവിടെ കേട്ട് വിളിച്ചതൊക്കെ എന്ത് ശരിയാണ് വിളിച്ചത്. ആ മതിന്ന് പറഞ്ഞല്ലേ? എങ്ങനെയുണ്ട്? ഞാൻ കേട്ടല്ല കണ്ടത്. എങ്ങനെയുണ്ട്? നീ അല്ല പറഞ്ഞത് ഇത് കുഴപ്പമുണ്ടാവില്ലെന്ന്. തൊണ്ടേന് ഇനി റൈഡിലേക്കൊന്നുമില്ല, ഒന്ന് റിലാക്സ് ചെയ്യാന്ന് പറഞ്ഞ ആള് ഞങ്ങളെ കൊണ്ട് 3D സിനിമ കാണാൻ പോയി. അപ്പൊ അവിടെ ഇത് തന്നെ സംഭവം. അവൾക്ക് പറ്റിയ സാധനം തന്നെ. എടി പേടിയാവണ്ടടി.